എനിക്ക് മീഡിയ ആയിട്ട് ബന്ധപ്പെട്ടൊന്നും അറിയില്ല. കുറെ ആപ്പുകളൊക്കെ ഉണ്ട് എന്നല്ലാതെ സോഷ്യൽ മീഡിയ ആയിട്ട് അധികം കോൺടാക്ട് ഒന്നും ഇല്ലാത്ത ഒരാളായിരുന്നു. പെട്ടെന്ന് ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിൽ കടന്നു വന്ന സമയത്ത് കുറച്ചൊക്കെ അറിവൊക്കെ ഉണ്ടായി. എങ്ങനെയൊക്കെയായിരുന്നുള്ളതൊക്കെ പഠിക്കാനൊക്കെ പറ്റി. കൂടുതൽ ഉണ്ടായിട്ടേ ഉള്ളൂ ഈ ഒരു കോഴ്സ് എടുത്തതിന് ശേഷം. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് അതിന് മുന്നേ വേറെ കോഴ്സ് കഴിഞ്ഞ ആളാണ്. പെട്ടെന്ന് ഇനി വേറൊരു കോഴ്സ് എടുത്ത് പഠിക്കണം എന്നൊക്കെ പറഞ്ഞ സമയത്ത് വീട്ടിൽ ചെറുതായിട്ടൊരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ജോലി സാധ്യതയുള്ള കൂടുതലുള്ള ഒരു കോഴ്സ് ആയതുകൊണ്ടാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എടുത്തത്. ഈ ഒരു കോഴ്സ് എടുക്കുന്നതിന് മുന്നേ തന്നെ ഒരു 6 മാസം മുന്നേ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി ഒരു സാലറി ഒക്കെ കൂടുതൽ കിട്ടണം എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ആയതുകൊണ്ടാണ്. എക്സ്പീരിയൻസ് ഇപ്പം ഉണ്ട്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ എല്ലാ ഫീൽഡിലേക്ക് കടക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ ആപ്പുകളൊന്നും യൂസ് ചെയ്യാത്ത ഒരാളാണ്. അപ്പൊ പെട്ടെന്ന് അതിലേക്ക് കടന്ന സമയത്ത് എല്ലാ വിവരങ്ങളൊക്കെ അറിയാൻ പറ്റി. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നല്ലതാണ്. പിന്നെ അതേപോലെ തന്നെ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുക, SEO കണ്ടക്ട് ചെയ്യുക, ആഡ്സ് ക്രിയേറ്റ് ചെയ്യുക, അതിനെക്കുറിച്ചൊന്നും വലിയൊരു ധാരണ ഇല്ലായിരുന്നു. പിന്നെ കോഴ്സ് ചെയ്തതിന് ശേഷമാണ് ഏകദേശമൊക്കെ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായത്.